ഇതിന്റെ സ്വരൂപം കഴിഞ്ഞാൽ ഫലത്തിലെത്തുമ്പോഴാണ് ഇതിനേക്കാൾ ഫലത്തിലുള്ള ആകാംക്ഷയാണ് പൂർവ കർമ്മങ്ങളുടെ പൂർവജന്മ സ്വഭാവങ്ങളിലെ വാസനയുടെ ഉദ്ബദ്ധതയും അനുദ്ബുദ്ധതയുമാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇതിന് 3 സാങ്കേതിക ശബ്ദങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വഴിക്കൊന്ന് തിരിഞ്ഞത്. 1 ഇന്ദ്രിയജനിത അനുഭവം, 2 ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധത, 3 ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുദ്ബുദ്ധത. അതാ സങ്കീർണം. ഇതിലേറ്റവും സങ്കീർണം അവസാനത്തതാണ്. അതാണ് ഞാൻ വിശദീകരിച്ചത് നന്നായിട്ട്. ഇന്ദ്രിയജനിത അനുഭവങ്ങൾ അപകടമില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഇന്നു മുതൽ പ്രവർത്തിപ്പിക്കുമ്പോൾ യമവും നിയമവും വെച്ച് പ്രവർത്തിപ്പിക്കണം. കാണാൻ ഒന്ന് നോക്കാം, അപ്പം കിട്ടുന്ന സാമാന്യത്തിൽ അറിയാൻ ശ്രമിക്കാവൂ, വിശേഷം അറിയരുത്. ആധ്യാത്മിക സാധനയിലേക്ക് ഒരാൾ സഞ്ചരിക്കുമ്പോൾ ആദ്യത്തെ കാഴ്ച കഴിഞ്ഞ് പിന്നെ നോക്കരുത്. ഒരു സാധനം ഒരാൾ കൊണ്ട് കാണിച്ചാൽ കണ്ടു, അതിൻ്റെ ഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് നോക്കിയാൽ ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസന രേഖപ്പെടുത്തും. ലോകത്തെ മുഴുവൻ കാര്യങ്ങളും വിശേഷത്തിൽ അറിയാതിരിക്കുകയും സാമാന്യത്തിൽ മാത്രം അപഗ്രഥിക്കുകയും ചെയ്യുന്നവർ ധാരാളമുണ്ട്. അവർക്ക് ജീവിത ദുഃഖങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ജീവിതത്തിലെ വൈയക്തിക പ്രശ്നങ്ങളെ വൈയക്തികമായി അതുണ്ടായവൻ്റെ മാനസിക തലത്തിൽ അപഗ്രഥിച്ചുത്തരം പറയാൻ പോയി അവനെപ്പോലെ ആയിത്തീരുന്നവരുണ്ട്. വൈയക്തിക പ്രശ്നങ്ങളെ അവൻ്റെ തലത്തിൽ അപഗ്രഥിക്കാതെ സാമാന്യമായി മാത്രം അപഗ്രഥിച്ചൊറ്റയടിക്ക് ഉത്തരത്തിൽ തീർക്കുന്നവരുണ്ട്. അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം ഒരു പ്രശ്നം ഒരു വൈയക്തികമായി ഗോപാലനെത്തി ഗോപാലൻ്റെ വാസനാമയമായ ലോകങ്ങളിൽ കണ്ട പ്രശ്നങ്ങൾ അവരാദ്യം തന്നെ മനസ്സിലാക്കുന്നു. നിന്റെ വാസനകളൊന്നും എനിക്കില്ലാത്തിടത്തോളം നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവില്ല. അതവരോട് നേരിട്ട് പറയുന്നില്ല. ആദ്യം അവർ അത് മനസ്സിലാക്കുന്നു. ഇവൻ പറയുന്ന ഒരു ചുക്കും ചുണ്ണാമ്പും എനിക്ക് മനസ്സിലാവില്ല. കാരണം ഇവൻ്റെ ദുഃഖങ്ങളും ഇവൻ്റെ പ്രശ്നങ്ങളും ഇവൻ്റെ വൈയക്തികമായ പ്രശ്നമാണ്. ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ആ ഭക്ഷണം എൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ എങ്ങനെ വന്നാലും അതിനെ എൻ്റെ മനസ്സ് പവിത്രീകരിക്കുന്ന ഒരു രീതി ഉണ്ട്. എങ്ങനെ പവിത്രമായി കൊണ്ടുവന്നാലും അതിനെ അപവിത്രീകരിക്കുന്ന ഒരു മനസ്സും എന്നിലുണ്ട്. അതിനെ പവിത്രീകരിക്കുന്നതാണ് എൻ്റെ മനസ്സെങ്കിൽ, അതിനെ അപവിത്രീകരിക്കുന്നതാണ് എൻ്റെ മനസ്സെങ്കിൽ, ആ 2 മനസ്സുകളും പരസ്പര വിരുദ്ധങ്ങളാണ്. അവയ്ക്ക് പരസ്പരം മനസ്സിലാവുകയില്ല. എൻ്റെ ജീവിതാനുഭവം ലോകത്തിലുള്ള എല്ലാത്തിനെയും മോശമായി മാത്രം കാണുന്ന ചിത്രീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ നിലകൊള്ളുന്നതെങ്കിൽ, അപരന് എല്ലാം നന്നാക്കിയാണ് അവൻ നിലകൊള്ളുന്നതെങ്കിൽ അവന് എന്നെയും മനസ്സിലാവില്ല. 2 പേരും ധ്രുവങ്ങളുടെ അന്തരത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവൻ വന്ന് എന്നോട് പറയുന്നതോ ഞാൻ ചെന്ന് അവനോട് പറയുന്നതോ മനസ്സിലാവില്ല. പക്ഷേ അവൻ്റെയും എൻ്റെയും കാഴ്ച സാമാന്യത്തിലൊന്നാണ്. ഒരു നിമിഷാർദ്ധം കൊണ്ട് അവനെ അവൻ്റെ വിശേഷവിധിയായ അറിവിൽ നിന്ന് സാമാന്യത്തിലേക്ക് ഉദ്ധരിക്കുമ്പോൾ അവൻ എന്നോട് സമ്മതിക്കും. കഴിഞ്ഞവൻ വിശേഷത്തിലേക്ക് പോയേക്കാം. അതുകൊണ്ട് ഈ ലോകത്ത് പ്രശ്നങ്ങളെ മുഴുവൻ വിശേഷത്തിൽ അപഗ്രഥിക്കുന്നവർ, വിശേഷത്തെ പോലും സാമാന്യത്തിൽ പറഞ്ഞു തീർക്കുന്നവർ, സാമാന്യത്തെ പോലും വിശേഷത്തിലേക്ക് കൊണ്ടുവന്ന് കലഹിക്കുന്നവർ. നിങ്ങളിപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ നിങ്ങളുടെ ജാതി വിശേഷമാണ്, നിങ്ങളുടെ വീടും കുടുംബവും വിശേഷമാണ്. നിങ്ങളുടെ ഒരു ക്ലബ്ബോ നിങ്ങളുടെ ഒരു പാർട്ടിയോ നിങ്ങളുടെ ഒരു സംഘടനയോ നിങ്ങളുടെ ഒരു സംഘമോ നിങ്ങളുടെ ഒരു മറ്റു പ്രസ്ഥാനമോ ഏതെങ്കിലും വിളിച്ചു കൂട്ടിയൊരു മീറ്റിങ്ങിൽ, നിങ്ങളുടെ ഒരു ആശ്രമം തന്നെയോ കൂട്ടിയ മീറ്റിങ്ങിൽ വിശേഷമായിരിക്കുന്ന കുടുംബ പ്രശ്നങ്ങളാണ് പലപ്പോഴും പരസ്പര ഭിന്നതയിലും തകർച്ചയിലും കൊണ്ടെത്തിക്കുന്നത്. വിശേഷമായ ജാതിയാണ് പലപ്പോഴും പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നത്. വിശേഷത്തിൽ പ്രശ്നങ്ങളെ പരിഹാരം കാണാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സങ്കീർണമാകുന്നത്. കേരളത്തിൽ ഒരുപാട് താഴ്ന്ന ജാതിക്കാരായ ദളിത്, മറ്റേ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം ശിക്ഷയുണ്ടാവുമെന്ന് തോന്നുന്നു, ദളിത് കൂലിവേല ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഈ ദളിതനിലൊരുത്തന് ഇവിടുത്തെ സവർണനെല്ലാം കൂടെ പിടിച്ചു കൊണ്ടുപോയി ഇന്ത്യയുടെ പ്രസിഡൻ്റാക്കിയിട്ട്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആക്കിയിട്ട് ദളിതന് കിട്ടിയ ഈ 50-ാം വർഷത്തെ നേട്ടമാണെന്ന് പത്രക്കാരൻ നിങ്ങളും എഴുതിയിരുന്നെങ്കിൽ ആ നക്കിത്തരം സഹിക്കാമായിരുന്നു. അതിന് സർവ്വഥാ യോഗ്യനായി ദളിതനല്ലാത്തവനേക്കാൾ മുകളിലെത്തിയവർക്ക് അത് കിട്ടുമ്പോഴും ദളിതൻ എന്ന് പറയാനുള്ള നിങ്ങളുടെ ഉൾപ്രേരണയാണ് വിശേഷം.
മനസ്സിലായില്ല. എന്നാൽ പിന്നെ ദളിതന്മാരായ ഒരുപാട് അഡ്വക്കേറ്റന്മാരുണ്ട്. ഒരുത്തനെ പിടിച്ചങ്ങ് കൊടുത്തിട്ട് അത് ഔദാര്യമാണ്. ഇപ്പൊ കൊടുത്തത് അതിന് സർവ്വഥാ യോഗ്യനായവനാണെങ്കിൽ അത് ദളിതന് കൊടുത്തതല്ല, യോഗ്യതയ്ക്ക് കൊടുത്തതാണ്. അവരുടെ എല്ലാ ഉള്ളിൽ ജാതി ശക്തമാണ്. അത് എഴുതാൻ നിങ്ങൾക്കാവില്ലാത്തതുകൊണ്ടാണ്. അല്ല, അങ്ങനെയാണ് കിട്ടിയത് എങ്കിൽ അതൊരു ഔദാര്യമാണ്. അത് ഞങ്ങൾ ബാക്കിയുള്ളവർ നിങ്ങൾക്ക് തന്ന ഒരു ഔദാര്യമാണെന്നും അതുകൊണ്ട് നിങ്ങൾ ആ ഔദാര്യത്തിലിരിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം വരുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നുമുള്ളൊരു സൂചന ജാതിയിലൂടെ പറയുകയാണ്. അതുകൊണ്ട് അത് സ്വീകരിക്കുക പോലും ചെയ്യരുതെന്നാണ്. കെ.ആർ. നാരായണനെ പോലുള്ളൊരു ആളിന് പ്രസിഡന്റ് പദവി കിട്ടിയത് അദ്ദേഹം ജീവിച്ചിരുന്ന പ്രസിഡന്റായ ആ കാലഘട്ടത്തിലെ മറ്റാരോടും ഒപ്പം എങ്കിലും യോഗ്യനായതുകൊണ്ടാണ്. ഇതുപോലുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് വിശേഷമാണ്, സാമാന്യമല്ല. അതുകൊണ്ട് വിശേഷത്തിലും സാമാന്യത്തിലും വ്യത്യാസമുണ്ട്. സാമാന്യത്തെ വിശേഷത്തിലേക്ക് നിങ്ങൾ കൂടിയിരിക്കുമ്പോൾ വിശേഷത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നവർ അതിനെ വളച്ച് വിശേഷത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ, എൻ്റെ ജാതി, എൻ്റെ മതം, അതിൻ്റെ വാക്കുകൾക്കകത്തുണ്ടാവും ആ വിശേഷം മുഴുവൻ. അതിൽ നിന്ന് സങ്കീർണതകൾ വിതയ്ക്കാൻ ശ്രമിക്കും.